ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ ഫാം ഹൗസ്, അതായത് നമ്മുടെ വെടിവെച്ചാങ്കോവിൽ, തിരുവനന്തപുരത്തെ വെടിവെച്ചാങ്കോവിലിന് മുമ്പായിട്ട്, നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പം വെടിവെച്ചാങ്കോവിലിന് മുമ്പായിട്ട് ഒരു പള്ളിച്ചൽ എന്ന സ്ഥലത്താണ് ഇതുള്ളത്. അവിടെ ഉള്ള ജീവജാലങ്ങളുടെയൊക്കെ പടങ്ങൾ മിക്കവാറും ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് ജന്തുജാലങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കിത് എന്തൊക്കെയാണ് അകത്ത് കയറുന്നത് കണ്ടുവരാം. ഒരു 10 ദിവസം വന്നാൽ കാണാൻ പറ്റിയ സാധനങ്ങൾ അതിനകത്തുള്ളത്. പിള്ളേരെയും കൊണ്ടൊക്കെ, അവധിക്കാലമൊക്കെ അല്ലേ, പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാൽ ഇവിടെ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. കുറേ വെറൈറ്റി പാമ്പുകളുണ്ട്. എല്ലാം വിഷമില്ലാത്തതാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആനക്കൊണ്ട പോലെ വലിയ പാമ്പുകളുണ്ട്. ഇത് ചെറിയ പാമ്പുകളെ നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അവർ അനുവദിക്കും. ഞങ്ങളും കയ്യിലെടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ. ശരിക്കും കാട്ടിൽ വളരുന്നതാണോ? ഇതിനൊക്കെ നല്ലപോലെ ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. അവർ നമ്മളോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരികയും നമുക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ, കാര്യങ്ങളെല്ലാം അതിനകത്ത് പാമ്പിനെടുത്താലും അങ്ങനെ ഹെൽപ്പുകളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത്. അതൊക്കെ അമ്മ തല നേരെ വെക്ക്. സ്നേഹം കാണിക്കണ്ടേ? ഇത് ഷെഡ് ചെയ്തോണ്ടിരിക്കുവാണ്. ഇത് എവിടെ ഉണ്ടല്ലോ, ഷെഡൊക്കെ ആയിട്ടില്ല ഫുള്ള്. താഴോട്ടുണ്ടോ? എന്റെ മോതിനടുക്കലോട്ടുണ്ട്. എന്റെ മോതിനം കൈയൊക്കെ പിടിച്ച് വെച്ചാണ്. കയ്യും വായും പിടിച്ചാണ്. അതോ പോയിട്ടുണ്ട്. നിന്റെ ഷർട്ടിനും അതിന് ഒരേ കളറാ. ഇത് കണ്ടോടാ. ഇതെന്തോ ഈ സാധനം? ഇത് അത് ശരി. ഇതൊക്കെയോ പറഞ്ഞു വിടുന്നുണ്ട്, എന്താന്ന് ആർക്കറിയാം. കൈ അടക്കാൻ്റെ വായിക്കാതിരിക്കും. കയ്യെ കടിച്ചെടുക്കുന്ന ആടിന്റെ ഒക്കെ വെറൈറ്റി എന്താണെന്നല്ലോ അറിയാമോ? ഇതില് ചെമ്മരിയാട്, ഇത് ചെമ്മരിയാട്. കടിക്കുവോ? ആരാ ഞാൻ കടിക്കുമെന്ന് ഓടിക്കോ. എല്ലാത്തിനും തൂത്ത് നോക്കുന്നുണ്ട് എന്റെ പൊന്നോ. അയ്യോ ചുമ്മാ ഇതിനകത്തിലെ ഇണങ്ങിയതോ ഇണങ്ങാത്തതായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. കുതിരയൊക്കെ ഇണങ്ങിയതും ഉണ്ട്, ഇണങ്ങാത്തതും ഉണ്ട്. അത് ഇണങ്ങിയത് ഇണങ്ങാത്തതെന്ന് അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് പറഞ്ഞുതരും. അവരെപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞുതരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ പലതിൻ്റെയും പേര് ഞാൻ ചോദിച്ചെങ്കിലും ഇതിനകത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത്ര സുഖത്തിലല്ലേ പിന്നെ കുതിരയെല്ലാം കടിക്കുന്ന കുതിരയാന്നാ പറയുന്നത്. കുഞ്ഞപ്പി ശരിക്കും കുരങ്ങ തന്നെയാണ്. എന്താ മങ്കി? സ്ക്യൂറൽ മങ്കി. അതിന്റെ മുഖത്തിന് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലേ? അല്ല, നമ്മുടെ മറ്റേ വീഡിയോ കണ്ട സ്നാപ്പിന്റെ പേരെന്തായിരുന്നു?
ഇത് ഹായ് ഹലോ ഒക്കെ പറയുന്നു കേട്ടോ. അവർക്കടെ തോന്നണം. ഇതെല്ലാം സംസാരിക്കുന്നത് രണ്ടും സംസാരിക്കുന്നതാണോ? ഇല്ല വെള്ളം സംസാരിക്കില്ലേ? ഈ ഇരിക്കുന്ന സാധനം എന്തോ? മർമോസെറ്റ് മങ്കി. മർമോസെറ്റ് മങ്കി എവിടുത്തെ ഇമ്പോർട്ട് കണ്ടാ മതി. കൊത്തുന്നു. അവര് ഒത്തു കൊടുത്തു മുഖത്തെണ്ണം കൊടുത്ത്. ഒന്നില് ഗ്ലാസ് എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കുമല്ലേ? ഇതാണ് ഗ്ലാസ് എടുക്കാൻ കണ്ണാടി ഒരു കൈക്ക് മതി. കൊത്തുവോ? ടാറ്റാ ടാറ്റാ. അച്ഛ അച്ഛ. ഹലോ അമ്മേ അമ്മേ. ഹലോ ഹലോ ടാറ്റ എന്നാണോ ഹലോ എന്നാണോ പറഞ്ഞേ? ഹലോ. ഞങ്ങളൊന്നും ചോദിച്ചില്ല. ഹലോ വെറുതെ ഒന്ന് പറഞ്ഞതാ. ഹലോ പേരെന്താ? എന്താ പേരെന്താ? എന്താ പേരെന്തുവാ? കണ്ടോ? അച്ഛാ അച്ഛ അല്ല, പേരെന്തോ പറഞ്ഞു. പേരെന്തുവാ? പേരെന്താ? വാട്ട് ഈസ് യുവർ നെയിം? പേരെന്താ? വാട്ട് ഈസ് യുവർ നെയിം? ഞാൻ പോവാ. ഹലോ 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 ഹലോ. പേരെന്താ? തത്തമ്മേ 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 വിളിച്ചേ. തത്തമ്മേ പേരെന്താ? തത്തമ്മേ പേരെന്താ? തത്തമ്മേ തത്തമ്മേ. ഹലോ ഹലോ. പൂച്ച പൂച്ച. ഹായ് ഹായ് ഹായ്. ഡാൻസ് ചെയ്യാൻ അറിയാവോ? ഡാൻസ് ചെയ്യാൻ അറിയാവോ? കടിക്കുമല്ല ബോണസാ. അതിനെ എടുക്കും ബോണസാ. എല്ലാവരുടെ കഥ പറയാൻ നോക്കിയാ എല്ലാം കുത്തുറന്ന് നോക്കിയല്ലോ അങ്ങോട്ട്. അതാണ്ട് അടുത്ത വന്നു. ഈ മേലിരിപ്പുണ്ടെന്ന് തോന്നുന്നു അവരൊക്കെ വിളി. കടിക്കുന്നവർക്കന്ന് കേട്ടിട്ടുണ്ടോ? തോളത്തിനും ചെവി കടിച്ചു വരയ്ക്കുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ ചെവി കടിച്ചു വരയ്ക്കുന്നത്. തലമുടി അതിന് തലമുടി ഈ തരുവ തോന്നുന്നുണ്ടോ? എല്ലാരും കൂടെ വന്നില്ലേ? അങ്ങ് പോയാലോ? അങ്ങ് പോയാലോ? തലയുടെ മോളൊക്കെ പറന്നു വരുന്നുണ്ടല്ലേ? എന്നിട്ടാ കൈ പല്ല ആവശ്യം ഉണ്ടായിരുന്നു. പല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതന്നെ വണ്ടക്കൂടെ ഷാൾ എടുത്തിരുന്നമ്മേ. അത് ശരി. കിടന്ന് ക്ഷീണിച്ച് കിടന്നു പോയതാ. ഫ്ലൈയിങ് സ്പെർലൈനെ പ്രസവിച്ച് കിടക്കുക ഇല്ലേ? അതിന്റെ അകത്ത് അതിന്റെ വയറ്റിന്റെ അവിടെ കങ്കാരുന്റെ കൂട്ടൊരു സഞ്ചിയുണ്ട്. അത് ശരി. അത് ശരി. ആ കാണത്തില്ല അത്. ഇവിടെ ഉണ്ട് കുറെ ഉണ്ടല്ലോ. ഇതും കുഞ്ഞുങ്ങളാണോ? ഇത് കുഞ്ഞുങ്ങളാണോ? ഇതിന്റെ മാക്സിമം വളർച്ച എത്ര വരെയാണ്?
ഇത്രേ ഉള്ളൂ. അടിക്കുവോ? ഓടുവോ അത്? കിട്ടിയ വന്നു പോയല്ലേ. ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കും മനുഷ്യ. എന്താ ഇത്? മുള്ളമ്പന്നിയാണോ ഇത്? എന്റെ കുഞ്ഞാണോ? അത് വേറെ സൈസ് ആയിരിക്കില്ലേ, നമ്മൾ സാധാരണ കാണുന്ന പറ്റത്തില്ല. ഇത് വെള്ളരി, ഇത് ഇതില് എമോ ഗിനിപ്പഞ്ഞി തന്നില്ലേ. ഇതെന്താ ഇത്? അത് നമ്മള് ഗിനിപ്പിഗ്. ഇത് പിന്നെ എന്താന്ന് പറഞ്ഞ? ഇതെന്താ മീനാ ഇത്? എത്ര മണി വരെയാ? സമയം വന്നിട്ട് 10:30 രാവിലെ. രാവിലെ 10 തൊട്ട് രാത്രി 8:30 വരെ. രാത്രി 8:30 വരെ. സൺഡേ ഓപ്പണാ? സൺഡേ എല്ലാ ദിവസവും ഓപ്പൺ. എല്ലാ ദിവസവും ഓപ്പണാ. ഇവിടെ സന്ധ്യയ്ക്ക് മുമ്പ് വന്നിട്ട് സന്ധ്യ കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ കാണാം. ഇവിടെ വലിയ ഫീസൊന്നുമില്ല. കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 100 രൂപയുള്ള എൻട്രൻസ് ഫീസ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് വന്ന് ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സ്ഥലമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൊക്കേഷനാണ്. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.